സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഒരു വീഡിയോ അവതരിപ്പിക്കാനുള്ള കാരണം വെച്ചാൽ നമ്മൾ പഴയ കാലത്തെ ജമ്മിമാരൊക്കെ, അതായത് ഈ ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് എത്രത്തോളം അത് മർദ്ദനവും പീഡനവും സഹിച്ചിരുന്നു എന്നുള്ളൊരു വീഡിയോ. അത് പിന്നെ 93 വയസ്സായ ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാലത്തെ ഒരു ഓർമ്മകളും അതേമാതിരി അന്നുണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങളിത് മിസ് ചെയ്യാതെ കാണുക. കാരണം വെച്ചാൽ അത്രക്ക് അനുഭവിച്ച് കാണാൻ അവരൊക്കെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ന്യൂ ജനറേഷൻ അത് ഈ തരത്തിലുള്ള ആളുകളൊന്നും ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവർ പറയണതന്നെ അതാണ്, ഇനി നമ്മളും ഇതേമാതിരി പഴയ കാലത്തേക്ക് തിരിച്ചു വരികയാണ്. അതായത് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെയും അങ്ങനത്തെ രീതിയിലേക്ക് പഴയമാതിരി തിരിച്ചു വരും, അത് ഉറപ്പാണ് എന്നാണ് മൂപ്പർ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ട് നോക്കി, എന്നിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളൊന്നും ഇത് എന്താണെന്നറിയില്ല, വിശപ്പിൻ്റെ അരി ചോറൊക്കെ വന്നിട്ട് ബാക്കി വലിച്ചെറിഞ്ഞ് കാട്ടും. അത് വളരെ എന്താ പറയുക, അനാവശ്യമായങ്ങാട് ഫുഡുകളൊക്കെ ഉണ്ടാക്കി കളയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനത്തെ ഇതിൽ ഇത് നല്ലൊരു പ്രചോദനമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കി, എന്നിട്ട് ഇത് വിലയിരുത്തിയിരുന്നു. കണ്ണിൽ കണ്ടില്ല, പെണ്ണുങ്ങളെ കണ്ടിരിക്കില്ല. എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ പട്ടാളത്തിൻ്റെ ഇടയിൽ ഒരു പെണ്ണിനെ പിടിച്ചിട്ട് വെക്കുക. അത് ജീവൻ പോയ അതിനെ റോഡ് സൈഡിൽ ഇറക്കിയിട്ട് ഒരു 30 പേർക്ക് 10 റുപ്യ അതിനെ ചേർത്തുകൊണ്ടാണ്. ആടുകുട്ടികളെ കണ്ടാലോ കോഴിക്കുട്ടികളെ കണ്ടാലോ വച്ചില്ല, കോഴികളൊക്കെ കണ്ടാൽ അന്നിപ്പോൾ അന്ന് ആൾക്കാർ ഇന്ന കൊല്ലത്തെ കുഞ്ഞന്മാരെ പറഞ്ഞേക്കും, റോട്ടുകൂടി ഒരൊറ്റ കുട്ടി പെണ്ണുങ്ങൾ റോട്ട് സൈഡിൽ പാർക്ക് ചെയ്ത് അന്ന് അങ്ങനെ വിവരം കൊടുക്കുക. അപ്പം ഞങ്ങൾക്ക് കാര്യമില്ലാണ്ട് അതിനൊരു പേരായിരുന്നു നമ്മളെ ഡ്യൂട്ടി. ഞങ്ങൾക്ക് ഒരു 5-6 കുണ്ടന്മാർ. എന്നാൽ പെണ്ണുങ്ങളാരും റോട്ട് സൈഡിൽ അവിടെ ഇരിക്കില്ല. ഈ അഥവാ ജനലിനുള്ള കൂടിയായിട്ട് നോക്കിയിട്ട് ഇവിടെ കണ്ണപ്പെട്ട ബാല് ചവിട്ടിയായിട്ട് പൊളിച്ചുകാണ്ട് വേണം പിടിച്ചാൽ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ അവിടെ താമസില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും ചെയ്തു, പട്ടാളം ബ്രിട്ടീഷ് ഉദ്യോഗിക്കുന്നല്ലോ. അപ്പൊ ഈ ഗ്യാപ്പിൽ അവർക്ക് തോന്നിയമാതിരി കാട്ടിക്കൂട്ടായില്ലേ, ചോദിക്കാനും പറയാനും ആരുമില്ല. ആ സമയത്ത് അപ്പൊ നമ്മുടെ നാട്ടില് ഭരണങ്ങളും മറ്റേതൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ തിരുവിതാംകൂർ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ സംഭവങ്ങളാണല്ലേ. അങ്ങനത്തെ ഒരു ഭരണമൊന്നുമില്ലല്ലോ. ഒക്കെ സ്വാതന്ത്ര്യം കിട്ടി ഗാന്ധിജിന്റെ പോകല്ലേ ഒക്കെ കോൺഗ്രസിന്റെ. പക്ഷെ ഭക്ഷണം ഒരു മന്ത്രിസഭയൊന്നും ഇല്ലല്ലോ, കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ അല്ലേ അങ്ങനെ ഒരു കുറേ ദൂരം കിട്ടുന്നത്. പിന്നെ നാട്ടിലുള്ള മുഴുവൻ ബ്രിട്ടീഷ് രാജ്യം തന്നെ ഇങ്ങനെ കടത്തി സ്വർണ്ണങ്ങളൊക്കെ കുറെ കടത്തിക്കൊള്ളവര് ഓർക്ക് കഞ്ഞി കിട്ടുന്നൊക്കെ. അന്നൊക്കെ ഒക്കെ പാവങ്ങളല്ല. അന്ന് ഈ ഭാഗത്ത് കൂടി നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാകാരം? ഇപ്പൊ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഈ നിങ്ങളൊക്കെ ഭാഗത്ത് കൂടി നിയന്ത്രിക്കുന്നത് ആരാകാരം? ഒരു നേതൃത്വം ഉണ്ടാവുമല്ലോ. നേതൃത്വം എന്ന് പറഞ്ഞാല് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മലയാളി ഉണ്ടാവും, ജമ്മിമാര്. അങ്ങനെ ഓരോ നാട്ടില് ഓരോ മലയാളിമാരുണ്ടാവും. ഓരോ ജില്ലാണ്, ഓരോ കളിക്കാരും ഓരോ ആൾക്കാരല്ലേ, ഒരു ഇതല്ലേ, ഓരോ ജില്ലയിട്ടാ പിന്നെ മാവിലൊക്കെ ഒരു പറയുന്ന ആൾക്കാർ ഒരു പറയുന്നത് നമ്മൾ അനുസരിക്കാന്നില്ലേ ഉള്ളൂ അല്ലേ. ഇവിടെ ഇപ്പം നമ്മളൊരു ഓലോത്ത് ഇവിടെയൊക്കെ കിട്ടുന്ന വലിയ ഓലോക്ക് വേണ്ടി കൊടുക്കുക. നമ്മള് പണിയെടുക്കുന്നത് ഇപ്പൊ കണ്ട അന്ന് പണി കാട്ടുമഞ്ഞുള്ളൂ. അടുത്ത് 10 നെല്ലിന്റെ കൃഷി ഉണ്ടെങ്കിൽ അതിന് ഇത്ര കുറവ് നെല്ല് കാട്ടം മേടിച്ചിലും ആകത്തില്ല. കൊണ്ടേ കൊടുക്കണം. ആ പറഞ്ഞ നെല്ല് നമുക്ക് ഉണ്ടായാലും ഇല്ലെങ്കിൽ കൊണ്ടേ കൊടുക്കണം. അതെങ്ങനെ കൊണ്ടേ കൊടുക്കണം? ഈ നെല്ല് കൊയിലിട്ട് നല്ലോണം ചേറി ഉണക്കിയിട്ട് വൃത്തിയാക്കി കൊടുക്കണം. ഈ നെല്ല് നമ്മളവിടെ കൊണ്ടുപോയി പോലെ മിറ്റത്ത് കൊണ്ടുപോയി പോലെ പറമ്പാണ്. അതിനൊക്കെ കാര്യസന്മാരുണ്ട്. അവിടെ ഇട്ടിട്ട് ഈ നെല്ല് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഓലോന്നാണ് ഉണങ്ങിയിട്ട്. എന്നിട്ട് ഓലൊരു ചോറിയോ, എന്നിട്ട് ഓല അവിടുന്ന് കഴിച്ചു. ഓല പറഞ്ഞ് നമ്മളെ ഭക്ഷണം
പറയല്ല അത് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാൻ ആ ആ പതിനാറായക്കാരന് ആ മനസ്സിലായി പാട്ടപ്പാറ വല്ലിപ്പാറ രണ്ട് പറയുന്നത് ഈ പാട്ടപ്പാറ കുറച്ച് മുൻകൂട്ടായിട്ടാണ് അതിൽ നടക്കിട്ടില്ല എന്നിട്ട് 5 വർഷോടെ നല്ല ബാക്കി എന്തെങ്കിൽ അതിൻ്റെ ആളെല്ലാം അത് നെല്ല് തന്നെ അത് അതിൻ്റെ അടുത്ത കൊല്ലം അല്ലെങ്കിൽ മകത്തിലിട്ടാം അങ്ങനെ ബാക്കി വെക്കും അങ്ങനെ പോകും പിന്നെ എങ്ങനെ നടക്കുക മേനോനും ജോലിക്കാരനും അതിൻ്റെ തൊഴിൽ ഒരു വാഴക്കൊല ഉണ്ടാവും അതിങ്ങനെ മൂട്ടക്കിടെ നോക്കും ആ പക്ഷേ ആ വാഴക്കൊല നാളെ കുളത്തേക്ക് എത്തിച്ചേട്ടൻ കേട്ടോ നാളെ വണ്ടി വരും കൊടുത്തേക്കാനാണ് നമ്മളെന്തെങ്കിലും ആ വാഴക്കൊല നമ്മളെ കുട്ടികളോട് വരിക നമുക്ക് പൊടിച്ചിട്ട് അവര് പിടിച്ചിട്ട് കുഴച്ചിട്ട് ഇടണമെന്നാണ് കുട്ടികൾ കിട്ടുന്നൊക്കെ വന്നതൊക്കെ അതിന് കൊല്ലേ പാടി അങ്ങനെ അത് കുറവുണ്ടാവും ആ വാഴക്കൊല പിന്നെ ഒരു പറ്റുപോലെ പുറത്തേക്ക് കൊണ്ടേ കൊടുക്കുക അത് കൊണ്ടേ കൊടുത്തിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു കുമ്പളക ഒരു മക്കര ഇവരിങ്ങനെ നടന്നു വെക്കുകയാണെങ്കിൽ ഓരോ വാർത്തക്കൂടി അധികാരി ജോലിക്കാരനുണ്ടാവും ഞാനും ജോലിക്കാരനും എന്നിട്ട് അത് ജോലിക്കാരനെ കൊടുക്കണം അപ്പം നമുക്ക് ഇങ്ങനെങ്കിൽ നമ്മൾ നയിച്ചുണ്ടാക്കി നമുക്ക് തിന്നാൻ പറ്റില്ല പിന്നെ അത് 57 ഗവൺമെൻറ് പാസ്സായി 85 പറഞ്ഞപ്പോൾ കൃഷിക്കാരന് കൃഷിഭൂമി കൃഷിക്കാരന് പാട്ടം പഠിച്ചണ്ട കവനാൻ കൃഷിയാണ് അവർക്ക് നോക്കണ്ട ആര് വന്നപ്പോ അന്ന് ബില്ല് പാസ്സാക്കി ഇനി പാട്ട് ആരും പഠിച്ചില്ല അവനാൻ്റെ കൈവശമുള്ള ഭൂമിയൊക്കെ അവനാൻ തന്നെ അത് പലിച്ചു വാങ്ങിക്കൊള്ളുക കണ്ണൂർ ഒരുപോലെ പോയി പലിച്ചു വാങ്ങുക ഇതിൻ്റെ ചില സ്ഥലത്തിന് അതിൻ്റെ പേര് പറിച്ച് പിന്നെ ആയി കിട്ടണേ നമുക്ക് ആർക്കും കൊടുക്കാം അങ്ങനെയാണ് ഞാൻ നോക്കുക എന്നിട്ട് കഞ്ഞി ചോറ് നെൽവട്ടില്ല മറ്റവിടെ പണിക്ക് പോയാലേ 3 നാരായണ നദി 3 നാരായണ നദി അതിപ്പോൾ 5-6 കൂടിയ കുട്ടികളും പെണ്ണുങ്ങളും ചെങ്ങായി പണിക്കും ഇത് കൊടുന്ന് തേങ്ങി ഉണക്കി കുത്തി വെച്ചാൽ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴും വേണം പണിക്ക് പോകുമ്പോഴും വേണം ഇതൊക്കെ വേണം ചില പെണ്ണുങ്ങളൊക്കെ കള്ളക്കൈതേറ്റ കഞ്ഞിൻ്റെ മുന്നിൽ കിടക്കും ഉണ്ടാവില്ല ചോറ് ഉണ്ടാവില്ല വെള്ളിയാഴ്ചകളൊക്കെ അന്ന് പുതിയരിയാണ് പുതിയരി കൊട്ടൊക്കെ ഇപ്പല്ല അതെന്തിനാ പുതിയരി അറിയാം നമ്മൾ വെക്കുമ്പോൾ ഒരു പുതിയ അരി അയച്ചില്ല എന്തിന് പണിക്ക് പോകാത്ത തന്നെ ആ പുതിയരി കൊട്ട കട്ടിയാണ്ട് അങ്ങനെ എൻ്റെ മക്കളെ നിങ്ങളാരെങ്കിലും ഗാന്ധി എന്താ സംഘടന അന്നൊക്കെ കല്യാണത്തിന് അടിയന്തരത്തിനൊന്നും പറയണ്ട പറയാതെ പോയില്ല ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല പോയവർക്ക് അത് നമ്മളവിടെ വെക്കും ഒരു നേരം വെക്കില്ലാതെ ഇരുന്നാൽ അരി വാഴത്തിട്ടുമല്ലോ കല്യാണം ചിലപ്പോൾ അവിടെ കല്യാണത്തേക്ക് ചെന്നാൽ അന്ന് മോലാന്മാരെ ഒക്കെ ആദ്യം പറഞ്ഞു ആ കാര്യപ്പെട്ടതൊക്കെ നിൽക്കുക പിന്നെ ജനിച്ചവരൊക്കെ നിൽക്കും ആദ്യം തന്നെ പുതിയാപ്പണ്ണ പോണവരൊക്കെ നിൽക്കുക പിന്നെ മോലാന്മാരൊക്കെ നിൽക്കും അതെങ്ങനെ ഇഷ്ടം ബട്ടിടുക പാലിങ്ങനെ ഇട്ടിട്ടുണ്ടാവും ബട്ടിട്ടിട്ട് അതിൻ്റെ ഇലയിടുക ഇലച്ചിട്ട് ബട്ട ഇങ്ങനെ വീശും ഇരുന്നിട്ട് ആ ഇല ഇട്ടിട്ട് ആ ഇലയ്ക്ക് കുറച്ച് ചോറാണ് കുറച്ച് മോര് പറഞ്ഞത് അങ്ങനെ പാടും കുറച്ച് ഇറച്ചി വരച്ചിട്ട് അത് നടക്കാൻ പറ്റും അതിൽ വല്ലവന് കിട്ടും ഇല്ലാത്തത് കിട്ടില്ല എന്നിട്ട് അതിന് തിന്ന് അൻ്റെ മുന്നിലെ ചാറ് എനിക്കും എൻ്റെ മുന്നിലെ ചാറ് അന്ന് അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകും വലിയ ഒരാൾ ചിലപ്പോൾ ചിലർക്ക് തിന്നാൻ കിട്ടില്ല ചില കുട്ടികൾക്ക് ഒരു തുണി ഒരു തട്ടുണ്ടാവും തട്ടൊന്നും ഉണ്ടാവില്ല ഒരു മാലിപ്പാട്ടിൻ്റെ ഒരു പത്ത് പരിക്കമുണ്ടിൻ്റെ മാലിപ്പൊരു
അത് വെള്ളിയാഴ്ച മാത്രമേ തിരുമ്പുള്ളൂ. വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോൾ രാവിലെ തിരുമ്പി കുളിച്ചിട്ട് ഇത് ഇങ്ങനെ പിടിച്ച് പോവുക. എന്നിട്ട് പള്ളിക്കലക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ആ കാറ്റിന് ഉണങ്ങണം. എന്നിട്ട് പള്ളിക്കലക്ക് എത്തുമ്പോൾ തല മാറ്റിയെടുക്കും. ഈ തല ഉണങ്ങിയിട്ടുണ്ടാവും, ഈ തല ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഉണങ്ങിയ തല തീപ്പിട്ടാക്കിയിട്ട് നനഞ്ഞത് തീപ്പിട്ടാക്കി ഉണങ്ങി കഴിക്കും. അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റും. ആ ഒരു തുണി അന്നേ തിരുമ്പോളൂ. അങ്ങനെയൊക്കെ ഇപ്പം ഇന്നാൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ, ഞാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിന്മേ എൻ്റെ തുണിയുടെ അർത്ഥം കണ്ടിട്ട് ചപ്പൻ്റെ കണ്ണിന് വെള്ളം കിട്ടും. കാരണം ഒരു ഭാഗമുണ്ട് തുണിയുടെ അർത്ഥം ഒരു 5-6 4 ഒരു തുണി വെള്ളത്തുണി കിട്ടാൻ വേണ്ടിയാണ് അന്ന് നാണിയാജിക്ക് തൊട്ടിയിലാണിയാജിക്ക് ഈ കച്ചവടം ഉണ്ടായത്. ഈ തുണി കച്ചവടം എങ്ങനെ കച്ചവടം, പിന്നെ കരിഞ്ചന്ത കച്ചവടം എന്ന് പറയുക. അതിന് എന്താണ് അത് ഈ റേഷൻ മീഡിയ വിൽക്കണ മാതിരി റേഷൻ വിലക്ക് വിൽക്കുക. അവിടെ മാത്രമേ ഈ വെള്ളത്തുണി ഇട്ടുള്ളൂ. അത് ഈ പാടിൻ്റെ ആണ്. അപ്പോൾ ഒരു വെള്ളത്തുണി ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ചെന്നിരുന്നിട്ട് അടയ്ക്കാവുന്ന തുണി തരണ്ടേക്ക് അവിടെ ഇരിക്കുകയാണ്. ഒറ്റയ്ക്ക് അടയ്ക്കാൻ തരുകയാണ്. അങ്ങനെ ഇരുന്ന് ഉച്ചപോലെ ഇരുന്നിട്ടാണ് ചോന്ന തീനായി ഒരു അനുഗ്രഹത്തിന് പരിഗണന. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ അവിടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ 2 തുണിയുണ്ടോ, 2 തുണിയുണ്ടോ. ഇപ്പോഴത്തെ ആകാത്ത തുണി അന്ന് എൻ്റെ എവിടെയാണ്. അന്നോട് ഞാൻ പറഞ്ഞ് വരുന്ന വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച എൻ്റെ 3 ഭാഗത്തേക്ക് കല്യാണം അതിന് പോകാം. തുണിയൊക്കെ ഞാൻ തരുന്നത് അതിൽ ചടിയും പൊടിയൊന്നും കറിയൊന്നും ആക്കാൻ പാടില്ല. എന്നിട്ട് ആ തുണി വായ്പൊന്നും കുടുംബത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇട്ടുക. എന്നിട്ട് ആ തുണി എടുത്തിട്ട് ഇങ്ങനെ മടക്കി പിടിച്ച് പോകും. മടക്കി ചടിയാണ് ഇങ്ങനെ ആ തുണി എടുത്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു കരകാലം ചടിയാവുമോ കരയാവുമോ ഓൻ്റെ ജീപ്പ് വയ്ക്കും. അങ്ങനെ വായ്പ വാങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. തുണിയും മുടി വാങ്ങിച്ചു. പിന്നെ പണ്ടങ്ങൾ വായ്പ വാങ്ങി സൗത്തിക്കാരാണ്. അല്ലെങ്കിൽ ഡാലിക്കെട്ടിനൊന്നും കേൾക്കുമ്പോൾ അതൊക്കെ കാലം വേണ്ടി നമ്മളെ കുട്ടികൾ പേര് കൂടി ചെന്നാലും തൊടുവിൽ ബിരിയാണി ചിക്കനും വറുക്കണം എല്ലാ തുണിയും വെച്ച് അതൊക്കെ പഠിച്ചോന്ന് സമ്മാനം പറയണം. ഇപ്പോൾ നമ്മളൊരു പരിപാടി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കണം, കുറേ കാട, കുറേ ചിക്ക, കുറേ ബീഫ്, പോത്തി, മീനൊക്കെ കൂടി എനിക്ക് വെച്ച് പലതും തിന്നിട്ട് കുറേ ഭക്ഷണം. ഇങ്ങോട്ട് പോരുമ്പോൾ പല്ല് കുത്തിയാൻ പോരുമ്പോൾ പറയാം ഓൻ്റെ അവസ്ഥയെ ആ ചോറുണ്ടല്ലോ അല്ലെങ്കിൽ ഇറച്ചി ഉണ്ടല്ലോ അപ്പം എത്തിയിട്ടില്ല. ഈ കുറ്റം പറഞ്ഞിട്ട് അപ്പം എപ്പോൾ പോയി അല്ലേ പള്ളർച്ച വന്ന് തിന്നിട്ട് പോയപ്പോൾ കുറ്റം. അന്ന് പണ്ട് ഓൻ്റെ കഞ്ഞിൻ്റെ വെള്ളം കിട്ടി അതിൻ്റെ രുചി തൊടിയിൽ പാകൂലായിരുന്നു. അങ്ങനത്തെ കാലഘട്ടം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നിങ്ങളൊന്നും അനുഭവിച്ചില്ലെങ്കിലും നിങ്ങളെ കുട്ടികളെ അനുഭവിച്ചാൽ പോവുക. കാലം തിരിച്ചു വരാൻ പോകുന്നു തിരിച്ചു വരും. നമുക്ക് പട്ടിണിയിൽ തിരിച്ചു വരും. ഭക്ഷ്യസാധനം കിട്ടാതെ ആവും. എന്നിട്ട് തിരഞ്ഞെടുക്കും. പണ്ട് ഞാൻ കൊണ്ടുപോയി കൊട്ടിരുന്ന ചോറ് എവിടെയെന്ന് ആ തിരഞ്ഞെടുക്കുന്ന കാലം വരാൻ പോകുന്നത്. അങ്ങനത്തെ കാലം നമ്മൾ വല്ലാതെ ദിവസം നമ്മളെ കുടിയിലൊക്കെ ഭക്തി കണ്ടാൽ കുട്ടികളെ ഈ ഭക്തി എന്തിനാ പറ്റക്കുന്നു. കാരണം നമുക്ക് അടിച്ചാൽ കുറച്ച് എന്തെങ്കിലും മനസ്സുകൊണ്ടൊരു പിതാവും ഈ കണ്ടാണെങ്കിൽ ഈ പറഞ്ഞത് ഒരു വറ്റു കളയാൻ പാടില്ല. വറ്റു പോയിട്ടല്ല നമുക്ക് അതിൻ്റെ വേദന വരാൻ പോകും. അങ്ങനത്തെ കാലം തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് ഈ ഇവിടേക്ക് എത്ര ഇതിലാണ്? 47 47 എന്നിട്ട് 15 വയസ്സാണ്. ഞാൻ ഇവിടെ വരുന്ന അന്ന് കരുവാറിൻ്റെ അങ്ങാടിയിൽ വന്നിറങ്ങുമ്പോൾ ആന വെച്ച് കിടക്കും പോയി. നല്ല മഴക്കാലം. ആന കുട്ടിനെ തിരക്കാം. അങ്ങാടിയിലാണ് കൂടിക്കൂടി ആൾക്കാർ വളം നടത്തി വരിക. അപ്പോൾ കോഴിക്കൂടി ആന വരിക. ഒരാന ഒളിച്ചു വന്നിട്ട് അപ്പോൾ ആ മേലെ ചുണ്ടിയമ്മച്ചിക്കാരെ മേലെ തൊണ്ടിക്കാരെ പരിസരത്ത് എത്തിയപ്പോൾ ആ വളവിന്ന്
പറഞ്ഞു പാമ്പ് പെരുമ്പാമ്പ വരുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ തുമ്പി എന്നിട്ട് ആ അല്ലാതെ ആനയാണ്. അപ്പൊ പാറക്കോട്ടിയിലെ പന്തി ആനയൊക്കെ ഉണ്ട് പറഞ്ഞു. ഓരോ രണ്ടാനെ പോയി കണ്ടിറക്കി ഇതിനെ പിടിച്ചു കൊടുത്ത് പഞ്ചിൻ്റെ അതിൽ കൊണ്ട് കഴിച്ചു. അന്ന് ഇവിടുന്ന് ആനയൊക്കെ പിടിച്ചാൽ കുട്ടിയോടക്കാർ പിടിച്ചത് പാറക്കോട്ടുകാർ പിടിച്ചത് പഞ്ചിൻ്റെ വാരി വെച്ചിട്ട് അങ്ങനെ പിടിക്കാനില്ല അന്നൊക്കെ ഈ പിള്ളേരുടെ പോയാക്കി കേട്ട കുഞ്ഞിപ്പാത്ത പിന്നെ കാക്കശ്ശേരി പോയിരുന്ന മത്സ്യത്തിൻ്റെ തട്ടാൻ ഞാങ്ങി ഇവരൊക്കെ ആനന്ന് കുട്ടക്കാൻ താരീഖാണ്. അന്ന് കുട്ടികളക്കാർ ഇവിടെ വന്നു പറഞ്ഞു. ഇവർ കുഞ്ഞിപ്പാക്ക അങ്ങനെ വാരിക്കുടി നടത്തിയേക്കാരം എവിടെ ചാടിക്കുടി വാരി ചാടിക്കുടി ആ അമ്പലക്ക് വീരൊക്കെ അമ്പലം പോയി. പിന്നെ ആന പിടിച്ച് തന്നെ നല്ല തിരക്കിലേക്കാണ്. ഒരു എല്ലാ പണിക്കാരും ആന വാരി ഉത്തിയിട്ട് മനസ്സിലായി വലിയ അതിൽ പാക്കിട്ടിട്ട് കൊഞ്ചൊക്കെ ഇട്ടു. പിന്നെ ചപ്പ് ചമ്മലൊക്കെ ഇട്ടു. അങ്ങനെ അതിന് മറ്റേ മാറിയ പിന്നെ ആന കയറ്റത് അറിയാം. കുഞ്ഞിന് കയറ്റണല്ലോ. അതിൽ കയറ്റുമ്പോ എല്ലാവരും 10-100 പണിക്കാരുണ്ടാവും. അന്ന് എല്ലാവർക്കും രീതിയിലേക്കാണ് ആന കയറ്റുന്നത്. ഡബിൾ പുളിയാണ്. കുറേ വിറക് മുട്ടികൾ ഉണ്ടാക്കും. കുറേ പൊന്തോട്ട് കുറച്ച് മുട്ടിയിടും, കുറച്ച് പൊന്തടും, കുറച്ച് മണ്ണിടും, പിന്നെ കുറച്ച് മുട്ടിയിടും, പിന്നെ കുറച്ച് പന്തടും, കുറച്ച് മണ്ണിടും. അങ്ങനെ അത് പൊന്തി വരും. പൊന്തി ആന അങ്ങനെ കയറി വരുമ്പോൾ ഈ ആനക്ക് കൗത്തിൽ കയറി വരണം. അതിന് 2 കമ്പ അങ്ങനെ ഉണ്ടാവും. 2 ആനക്ക് അപ്പുറത്താണ് നിന്ന് കടിച്ചാൽ നിലത്തിൽ കയറിണ്ടാവും. വരച്ചെന്നറിയാം. അതിന് അറിയാം. കാലിലൊന്നുണ്ടാവും. പിന്നെ കൗത്തിൽ നീളത്തിലൊന്നുണ്ടാവും. അപ്പൊ 4 ആന ഉണ്ടാവും ഇത് പിടിച്ചാൽ. അപ്പൊ ഇത് പൊന്തിൻ്റെ വരുന്നത് ഈ വരച്ചേൽപ്പിച്ചത് ആനറിയോ? കുട്ടികളെ പോയാക്കി ഈ പോയിരുന്ന കട്ടാനാങ്ങി ഇവരൊക്കെ ഒരേ ഞാനിൻ്റെ കുട്ടികളൊക്കെ ആ ഈ വരച്ചേൽപ്പിച്ചാൽ ഈ കൗത്തിൻ്റെ കമ്പാണ് ഒരു കുടുക്കുണ്ടാക്കുക. ആ കുടുക്കുണ്ടാക്കിയിട്ട് ആ കുടുക്കിൽ 2 നീളത്തിൽ 2 പണ്ടത്തെ കമ്പ പിന്നെ തിരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാകൂല. അത് 2 ഇത് ഉണ്ടാക്കുക. ഇങ്ങോട്ട് ഈ ഇതിലേക്ക് ഇങ്ങനെ നിൽക്കുക. ആന തുമ്പിങ്ങനെ എനിക്ക് കാട്ടും. ഒരാൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും കാട്ടിക്കൊടുക്കുമ്പോൾ അതിൽ ദണ്ടിട്ടിട്ട് അപ്പം മറ്റേ ഇതിട്ട് വലിച്ചുമ്പോൾ അതിൽ കൊടുക്കും. പിന്നെ കാലിൻ്റെത് ഇത് തന്നെ. ആന 2 വർഷം ഇത് കാൽമലക്ക് ഇങ്ങനെ ഇതേമാതിരി കണ്ട് വട്ടിട്ടിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ആന കാല് പൊന്തിക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ആന പൊന്തി വരുമ്പോൾ ഈ 2 ആന ഈ കുജിൻ്റെ വക്കത്ത് ചെന്നിട്ട് ഈ കൗത്തിൻ്റെ കയറുമ്പോൾ കുറിച്ച് കട്ടി എന്നിട്ട് വലിച്ച് വിടുക. ബാക്കിൽ വലിയ കയറുമ്പോണ്ടാവും ഒരാന, മുന്നിലെ കയറുമ്പോണ്ടാവും. ഒരു 10-50 ആൾ ആ മുന്നിലെ കയറത്തിൻ്റെ കടക്കിണ്ടാവും. ഒരു 10-50 ആൾ ഈ കയറത്തില്ല ബാക്കിലുണ്ടാവില്ല. ബാക്കിലുണ്ടാവും. ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ 2 ആനയുടെ അടിയിലെ ഈ കാട്ടാതെ നിർത്തുക. എന്നിട്ട് ഈ 2 ആന ഇങ്ങനെ ഉന്തി കുഞ്ഞി കൊണ്ടുവരിക. ചില ആളുകൾ നടക്കൂല. അപ്പം മുന്നിൽ ബാക്കിലിതാണ് ഇങ്ങനെ കോരുക, നടത്തുക. ഇവർ വലിച്ചു ചെയ്യും. എന്നിട്ട് ഇങ്ങനെ പാട്ടും പാടി കൊണ്ടും നല്ല മുഖത്തും ഇവിടെ കൊണ്ടിട്ടുണ്ട് പന്തിയിലേക്ക്. പന്തിയിലേക്ക് വരുന്നതോട് കൂടെ ഈ എല്ലാ അജ്ജിമ്മ കൂടി ആചാര്യകൾ നിൽക്കുക. അജ്ജിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും. അതിൽ ഈ ചെയ്തിട്ട് ആനകൾ ഇങ്ങനെയാണ് പന്തിൻ്റെ ഇങ്ങനെയാണ് ആക്കുകയാണ്. പിന്നെ ആന ഒറ്റ തള്ളാം. അത് അപ്പം ആന ഉള്ളിൽക്കാണ്ടായതോട് കൂടെ ഈ അജ്ജി അടിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ അവിടെ ചാട്ടം പഠിപ്പിച്ചത് ഇവരെ കുണ്ടോറക്കാരനെ പഠിപ്പിച്ചത് പോയിരുന്നത്. ഈ കാക്കശ്ശേരി പോയിട്ടുണ്ടായിരുന്നു. ഇവരെ ഒരാളാപ്പ പോനത്. പിന്നെ അത് അങ്ങനെ ആയിട്ട് 1 മാസം 2 മാസമൊക്കെ പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ട് പിന്നെ തിരക്കും കൊണ്ടുപോകും. അങ്ങനെ കുറേ ആനാളെ പിടിച്ചേക്കും പോലും പാറകോട്ടയിലും ഗവൺമെൻറ്റിലേക്ക് ഇറങ്ങിയിട്ടാണ്. ഈ പക്ഷേ ഗാന്ധിജി എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞത് എല്ലാവർക്കും സമാവകാശം. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയും ഒക്കെ എല്ലാവർക്കും ഒരേ ഇതാണ്. അത് പറഞ്ഞപ്പോൾ അന്ന് ഈ RSS ഉണ്ടല്ലോ, അതിലാണ് വെടിയെച്ചത്. RSS വെടിയെച്ചതാണ് ഗാന്ധിജി.
കൊതിയല്ലേ കൊതിയത് അയാൾക്ക് എങ്ങനെയാ അറിയാം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട് എന്നാ പറഞ്ഞത് ഗാന്ധിജിന്റെ ഒപ്പം സമരത്തിന് നമ്മളിവിടുന്ന് ആരെങ്കിലും ഒക്കെ പോയിരുന്നു? അത് ഇവിടുന്ന് ആരും ഒപ്പം പോകും ഇവിടുന്ന് ആരും പോയാലും ഇതിന്റെ മെയിനായിട്ട് ഡൽഹിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളവിടേക്ക് ഓരോരോ സെക്ഷനാക്കി മാറ്റിയതൊക്കെ എങ്ങനെയാണ്? അത് പിന്നെ അങ്ങനെ പാർലമെന്റ് ഉണ്ടാക്കി നമുക്ക് ഇവിടെ ഇവിടെ ആദ്യം നമ്മളെ അസംബ്ലി പിന്നെ മദ്രാസിലായിരുന്നു. മദ്രാസിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇവിടെ അസംബ്ലി മദ്രാസിലെത്തിയിട്ടാണ്. പിന്നെയാണ് നമ്മൾ ഇത് പാർട്ടി ആയി പിന്നെ ഓരോ നാട് അന്നൊക്കെ ഒറ്റ നാടല്ല. പിന്നെ രാജഭരണമായിരുന്നു. ഇപ്പോൾ കൊടുക് രാജഭരണ കൊടുക് രാജാവ് വരെ. കൊടുകിൻ്റെ രാജാവ് എന്ന് പറഞ്ഞാൽ അന്ന് ഭരിച്ചിരുന്നത് ഈ ടിപ്പു സുൽത്താനെ ഉണ്ടായി വരുവാണ്. അന്നെങ്ങനെയായിരുന്നു കൊടുക് പറഞ്ഞത് വേറൊരു രാജ്യം, ഇന്ത്യപ്പെട്ട തന്നെയാണ് പക്ഷേ വേറൊരു രാജ്യം, അതിനൊരു രാജാവ്. ആ രാജാവ് കൊടുക് രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ടിപ്പു സുൽത്താൻ ഇവിടെ വന്നു. ഇവിടെ അടിവാരത്ത് കൂടി താമരശ്ശേരി അടിവാരത്ത്. അപ്പം ഇവിടെയൊക്കെ ഈ പാലക്കാട് വന്ന് കോട്ടയൊക്കെ ഉണ്ടാക്കി മുസ്ലിങ്ങളെ ഓരോ പിന്നെ പള്ളി അത് ഇതൊക്കെ കയറ്റാനൊക്കെ ഉണ്ടായി. അന്നിപ്പോൾ മുസ്ലിം വളരെ കമ്മിയല്ല. അങ്ങനെ ഓരോ പള്ളി മരസൊക്കെ ഉണ്ടാക്കാനൊക്കെ കൂടി. അങ്ങനെ നിന്നപ്പോൾ ഈ അടിഭാഗത്ത് കൂടിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഈ കൊടുകിലെ രാജാവ് വലിയ അക്രമിയാണ്. അയാൾക്ക് പറ്റാത്ത പോലെയാണ് വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ പറ്റുന്ന പോലെ അവിടെ അമ്മ പെങ്ങളൊന്നും തേരല്ല ഈ കൊടുകിലെ രാജ്യം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ കൊടുക് അവിടെ എവിടെ പെണ്ണുങ്ങൾ പ്രായപൂർത്തിയായാലും ഈ രാജാവിന് കൊണ്ടുപോയി കാഴ്ച പറയണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കൊടുക് രാജാവിൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു. ഈ പെങ്ങൾ വലിയ തന്നോടല്ലായിരുന്നു. അതിപ്പോൾ ടിപ്പു സുൽത്താനാണ് കയറണമെങ്കിൽ ഈ ചുരം കയറി പോകണമെങ്കിൽ ഒറ്റ ബഡ്ജറ്റേ ഉള്ളൂ അങ്ങോട്ട്. അങ്ങനെ വെക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു അറിയോ, ഇവർക്ക് ഓളെ ആങ്ങളുടെ അവിടെ തിരുപ്പതില്ല ഇവൻ്റെ നിൽക്കാനായിട്ട്. അതിൽ ഇവൾ പറഞ്ഞു ഈ ടിപ്പു സുൽത്താനെ നമ്മളിങ്ങോട്ട് വരുത്തുക. അപ്പോൾ ആ രാജാവ് വെച്ച് ടിപ്പു സുൽത്താനെ നമുക്ക് കൊണ്ട് വെച്ച് എങ്ങനെ വരും വെച്ചു. ടിപ്പു സുൽത്താനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ വെച്ചിക്കോളാം, നമുക്ക് ഇവിടെ മന്ത്രിപ്പണിയും കൊടുക്കാം, എന്നാൽ നമുക്ക് ഈ ഇന്ത്യ ഒട്ടാകെ പിടിച്ചെടുക്കാം. ടിപ്പുവിനെ കിട്ടിയാൽ മന്ത്രിപ്പണിയാണ്, മൈസൂരൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞോളാം, പിന്നെ നിങ്ങൾക്ക് മന്ത്രിപ്പണി തരാം, ഇങ്ങോട്ട് വരും, ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ കത്ത് എഴുതിക്കോളാം. എന്നിട്ട് കത്ത് എഴുതി വെക്കുക. അങ്ങനെ ഈ കത്തിൽ എഴുതി എങ്ങനെ നിങ്ങൾ ഇവിടെ വരണം, വന്ന് ഞാനും രാജാവും നിങ്ങളും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ രാജാവിനെ നിങ്ങൾ ശരിയാക്കണം. എൻ്റെ ആങ്ങളെയാണ്, പക്ഷേ അയാളെ ഇവിടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ടിപ്പു സുൽത്താനെ കിട്ടിയോട് കൂടെ കത്തിട്ടിയോട് അങ്ങനെ ഇവര് മൂന്നാൾ കൂടിയും പിന്നെ രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ അടക്കര ഇതിലിരിക്കുമ്പോൾ ഓള് കണ്ണുകൊണ്ടിട്ടു. അപ്പോൾ ടിപ്പുവിൻ്റെ അരിയിൽ ബാളുണ്ടാവും, ആ ബാൾ വെച്ചിട്ട് അച്ഛനുണ്ടല്ലോ അത് പണി കഴിഞ്ഞു. പിന്നെ അവിടെ ആകെ പിന്നെ ടിപ്പു സുൽത്താൻ അവിടെ കുറേ നിന്ന് അവിടെ കുറേ കോട്ട ഉണ്ടാക്കി. അവിടെ പോലീസ് സ്റ്റേഷനാണ്, മുനിസിപ്പാലിറ്റി, കോടതി, എല്ലാതും ഫോറസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗം കിടങ്ങണ്ട് കയറി. ഈ കിടങ്ങണ്ട് കയറിയിട്ട് ഈ കൊട്ടാരത്തിലേക്ക് ആണ് ചെല്ലൂല, ഈ കിടങ്ങ് ചാടി ഒരാളും ചെല്ലൂല. ആ കിടങ്ങ് ടിപ്പുവിൻ്റെ കുതിര മാത്രമേ ചെല്ലുള്ളൂ. അങ്ങനെ കോട്ട ഉണ്ടാക്കിയിട്ട് ഈ കോട്ടൻ്റെ ഓരോരോ കല്ല് ചാരിയ അതിലേറെ വലിപ്പുണ്ടാവും കരിക്കല്ല്. അത് 10 ആൾ കൂടി പിടിച്ച് ആ കല്ലിട്ട് വെക്കാൻ പാടില്ല. അങ്ങനത്തെ ചുമരിൻ്റെ പടവ് അങ്ങനത്തെ കല്ലാണ്, അതിന് വെടിയെത്താനും പറ്റില്ല. അങ്ങനെ ടിപ്പു സുൽത്താൻ അവിടെ കൂടി. അവിടെ കുറേ
പണ്ഡിതരൊക്കെ നല്ല മുസ്ലിം മദ്രസ ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കി ഒക്കെ ദീൻ വിശ്വസിപ്പിച്ച് അതിന് എന്തൊക്കെ അപ്പോഴാണ് അന്ന് ബ്രിട്ടീഷ് ഭരിക്കുന്ന കാലം. ബ്രിട്ടീഷ് ഭരിക്കുകയാണെങ്കിൽ കൊടുക് രാജാവ് വേറെയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ ടിപ്പുവിന് മന്ദിരമുണ്ട്, ടിപ്പു സുൽത്താനെ എങ്ങനെ കിട്ടുക. അപ്പം ടിപ്പുവിനെ വെടിയേച്ചാൽ തട്ടില്ല, നേരക്ക് നേരെ പട്ടാളം കൊണ്ട് കുറിച്ചാൽ കിട്ടില്ല. അപ്പം ഈ മന്ത്രിനോട് ചോദിച്ചില്ല ടിപ്പുവിനെ എങ്ങനെ കിട്ടുന്നത്, ടിപ്പുവിനെ കിട്ടാൻ. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന മൈസൂർക്ക് ഉള്ളിൽ കൂടി ഒരു ഇതാണ് ഒരു പോയ ഒരു മട ആയിക്കൂടിയാ പോവുക. അത് ടിപ്പു എന്താ ടിപ്പുവിന് സ്വയം മനുഷ്യൻ്റെ ഇതല്ല. ടിപ്പു എന്താ വിചാരിച്ചു അത് അപ്പാടെ ഉണ്ടാക്കുക അത്രയ്ക്ക് കെട്ട്. അപ്പം ഇയാളെങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പം ഈ മന്ത്രിനോട് പറഞ്ഞു ടിപ്പുവിനെ കുറിച്ച് തന്നാൽ അണക്ക് എത്രയോ കിലോ സ്വർണം തരാറ് മന്ത്രിനോട്. അപ്പം മന്ത്രി പറഞ്ഞു ടിപ്പുവിനെ വെള്ളിയാഴ്ച ഇന്ന സമയത്ത് കിട്ടും. അപ്പം പടാങ്കി അയച്ചു, ചുമ്മാക്ക് പോകും. അപ്പം പടാങ്കി അയച്ചു. ആ സമയം ഇന്നത്, ആ സമയം മന്ത്രി മറ്റു വിവരം കൊടുത്തു. അങ്ങനെ ഒരു വിവാഹം പറയുന്നു, ഈ വഴിയിൽ കൂടി പോയെന്നും അങ്ങനെ ബ്രിട്ടീഷുകാർ പിടിച്ചു എന്നും പറയുന്നുണ്ട്. രണ്ടും നമുക്ക് പറയാൻ ഉറപ്പില്ല. ഏതായാലും ആ സമയത്ത് അതിൽ പിന്നെ ഈ മന്ത്രിക്ക് വരെ സ്വർണം കൊടുത്തു. എങ്ങനെയാണ് ഈ മൈസൂരിൽ പോയിക്കണം, മൈസൂരിൽ പോയിക്കുമ്പോൾ രാജവട്ടത്തിൻ്റെ 4 കോടിയൊക്കെ ഒരു ഫോട്ടോ കണ്ടൊക്കെ മന്ത്രിൻ്റെ ഫോട്ടോ ഉണ്ട്. സ്വർണം ഇങ്ങനെ വെച്ച് പോവുക തൊടയിൽ കൂടി. ബ്രിട്ടീഷുകാർ സ്വർണം കൊടുത്തതാണ്. കാരണം ഇവനെ ഇനി വെച്ചേക്കാൻ പാടില്ല. സ്വന്തം രാജാവിനെ മന്ത്രിനെ ചതിച്ചതാണ്. സ്വന്തം രാജാവിനെ ചതിച്ചതാണ്, ടിപ്പുവിനെ ചതിച്ചതാ മന്ത്രി. അപ്പോൾ ഇനി നമ്മളും ചതിച്ചോളൂ, ഓനെ ഇനി വെച്ചേക്കാൻ സ്വർണം നല്ലോണമാണ് കൊടുക്കുകയാണ്. ഓനാണ് കൊന്നി സ്വർണ്ണം അങ്ങനെ പറഞ്ഞു വെച്ചു. ഓൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ വെച്ചിട്ട്. ഒരു ചൂലും 2 ചെരുപ്പുണ്ടാവും, ഒരുപാട് ചെരുപ്പും ചൂലുണ്ടാവും വീട്ടിൽ. നമ്മൾ എവൻ ചെല്ലാണ് ഈ ചൂലെടുത്തിട്ട് കൊടുക്കും, ചെരുപ്പെടുത്തിട്ട് കൊടുക്കും ഈ ഫോട്ടോത്തിൽ. അങ്ങനെ അത് മൈസൂർ പോയവരോട് ചോദിച്ചൊക്കെ ശ്രദ്ധിച്ചിട്ട് ഫോട്ടോ ഉണ്ടാവും. അത് 4 കോടിയോട്ടെ, അവിടെ ഒക്കെ 4 കോടിയോട്ടെ തന്നെയാണ്. അതെ, അവിടുത്തെ രാജകൊട്ടാരത്തിൽ നിൽക്കണത് കോട്ടാരത്തിൽ ആ മതിലിന്റെ ആ ഗേറ്റാണ് കറക്കുന്നോട്ട് 2 കുടുക്ക ഉണ്ടാക്കണം, മൺകുടുക്ക. അതെന്താ അറിയോ, അവിടുത്തെ രാജാവ് ഒരു കോയപ്പാത്തിക്ക് ഉണ്ടായതാണ്. ഈ കോയപ്പാത്തി അരിച്ചാൽ പെറ്റിരുന്നതാണ് രാജാവിനെ. ചെറിയ കുട്ടിയാകുമ്പോൾ കോയപ്പാത്തി അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ ഗർഭമുണ്ടായി രാജാവിനെ കോയപ്പാണ്. അങ്ങനെ അവിടുന്ന് ഇവിടെ എടുത്ത് വളർച്ചുണ്ടാക്കി വളർന്നുണ്ടായി അയാളാണ് അവിടുത്തെ. അപ്പം അയാളെ കോട്ട് പിന്നെ അയാളാണ് ആ 2 കല. ഞാൻ മരിച്ചൊരു ഇതൊക്കെ ജീവിച്ച ആളാണ്. ഏതായാലും മന്ത്രിക്ക് ഇത് പറഞ്ഞാൽ അവിടുന്നാണ് കൊടുത്തത്.